ഇന്ത്യയോടുള്ള ഒരു സ്നേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇന്ത്യയോട് പിന്നെ ഒരു കാരണവശാലും ട്രംപിന് പിണങ്ങാൻ പറ്റില്ല. എന്തുകൊണ്ട് പിണങ്ങാൻ പറ്റില്ല? ഇവിടുത്തെ ബ്രെയിൻ അവരുടെ വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നു. സ്പേസില് നമ്മുടെ സുനിത വില്യംസ് വെയിറ്റ് ചെയ്യുന്നു, അതിനെ തിരിച്ചു വരാനുള്ള സൗകര്യം നോക്കി വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ കരുതിയിട്ടാണോ? അല്ല. അമേരിക്കയുടെ വലിയ വിപണിയാണ് ഇന്ത്യ. ആ വലിയ വിപണി അമേരിക്ക ഒരു തരത്തിലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നത്, നരേന്ദ്രമോദിയെ വലിയ അടുത്ത സുഹൃത്ത് എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നരേന്ദ്രമോദിക്ക് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, അദ്ദേഹത്തിനെതിരെ ഒരു വിസ നിഷേധിക്കത്തക്ക രീതിയിലുള്ള പ്രക്രിയകളൊന്നും ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. 2002 നരോദ കൂട്ടക്കൊല ഉണ്ടായ സമയത്ത് പ്രധാനമന്ത്രി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആ നരോദ കൂട്ടക്കൊല ഉണ്ടായിക്കഴിഞ്ഞ് 2004 അദ്ദേഹം US പോകാനായിട്ട് വിസ ശ്രമിച്ചു. പക്ഷെ കൊടുത്തില്ല US. എന്താ കാരണം പറഞ്ഞ്? ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം അത് ഹനിക്കത്തക്ക, അതായത് റിലീജിയസ് ഫ്രീഡം ഹനിക്കത്തക്ക രീതിയിലുള്ള കൂട്ടക്കൊലയാണ് ഗുജറാത്തിൽ നടന്നത് എന്ന കാരണം കൊണ്ടും അന്ന് മുഖ്യമന്ത്രി ഇദ്ദേഹമായിരുന്നു. അദ്ദേഹം 2004 ഇദ്ദേഹം തന്നെ മുഖ്യമന്ത്രി, 2010 വരെ ഇദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രി എന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് അദ്ദേഹത്തിന് വിസ നിഷേധിച്ചു. അതുപോലെ ആ ഭയം കൊണ്ട് മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തോന്നുകയാണ്. ആ ഭയം കൊണ്ട് 2003 മണിപ്പൂരില് ഈ പറയപ്പെട്ട വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ഇന്റർനെറ്റ് എല്ലാം വിച്ഛേദിച്ച് ലോകം അറിയാതിരിക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ കലാപം നടക്കുന്നു, വർഗീയ കലാപം നടക്കുന്നു എന്ന് ലോകം, പ്രത്യേകിച്ച് അമേരിക്ക അറിയാതിരിക്കാൻ വേണ്ടി ഇന്റർനെറ്റ് ഒക്കെ വിച്ഛേദിച്ചു. കാരണം ഇത് തുടങ്ങി ഏതാനും ഒരു മാസത്തോളം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയത്. അമേരിക്കയിൽ പോയി പര്യടനമൊക്കെ, അപ്പൊ അദ്ദേഹത്തിന് വിസ കിട്ടി. അദ്ദേഹം അവിടെ പോയി ഒക്കെ തിരിച്ചു വന്ന് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് സുപ്രീം കോടതി എന്തുകൊണ്ട് ഇന്റർനെറ്റ് അവർക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നില്ല, റീകണക്ട് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് സുപ്രീം കോടതി ആവശ്യപ്പെടുമ്പോഴാണ് അത് റീകണക്ട് ചെയ്ത് കൊടുക്കുന്നത്. റീകണക്ട് ചെയ്ത് കൊടുത്ത് അധികം താമസിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്കയിൽ നിന്ന് അവരുടെ ബൈഡൻ ഗവൺമെന്റിന്റെ കുറിപ്പ് വരുന്നു. ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം അവഹേളിക്കത്തക്ക രീതിയിൽ, ആ റിലീജിയസ് ഫ്രീഡത്തെ ഹനിക്കത്തക്ക രീതിയിലുള്ള കർമ്മങ്ങളാണ് മണിപ്പൂരിലും ഇന്ത്യയുടെ പല ഭാഗത്തും നടക്കുന്നത് എന്ന് പറഞ്ഞ്. അപ്പോൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് 2003 അമേരിക്കയിൽ പോകാനുള്ള വിസ തീർച്ചയായിട്ടും നിഷേധിക്കപ്പെട്ടു പോകുമായിരുന്നു. അത് ബൈഡനും മറ്റ് പ്രസിഡന്റ്സും അങ്ങനെയാണ്. പക്ഷെ ട്രംപ് ഈ റിലിജന്റെ കാര്യത്തില് അത് പിന്നെ ഇന്ത്യയുടെ കാര്യം ഇന്ത്യ നോക്കിക്കോട്ടെ എന്ന തരത്തിൽ എടുക്കുന്നയാളാണ്. അതുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു റിലീജിയസ് കൺഫ്രണ്ടേഷൻ, ഇവിടെ എന്ത് നടക്കുന്നു എന്നതിന്റെ പേരിൽ ഒരു കൺഫ്രണ്ടേഷൻ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണെന്നാണ് ട്രംപിനെ അറിയുന്ന നിരീക്ഷകർ രേഖപ്പെടുത്താറുള്ളത്. പിന്നെ അതുപോലെ വിസയുടെ കാര്യം, പണ്ട് ട്രംപ് ആദ്യം ഭരണത്തിലായിരുന്ന കാലത്ത് വിസ ചട്ടങ്ങളൊക്കെ ഒരുപാട് സ്ട്രിക്റ്റ് ആക്കിയിരുന്നു. ഇപ്രാവശ്യവും അത് കുറച്ച് സ്ട്രിക്റ്റ് ആക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം സ്ട്രിക്റ്റ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം മൈഗ്രേഷൻ അനുവദിക്കുക അത് സാധാരണമാണ്. അത് നമുക്കൊരു ഭരണകർത്താവിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അവനവന്റെ രാജ്യത്തേക്ക് മറ്റു രാജ്യത്തു നിന്നുള്ളവർ വരുന്നതിന് ചില ചിട്ടവട്ടങ്ങളും ചില നിയന്ത്രണങ്ങളും വേണമെന്ന് ഒരു ഭരണകർത്താവ് വിചാരിക്കുന്നുവെങ്കിൽ അത് അദ്ദേഹം തെറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ ഒക്കുകയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച്, ട്രംപിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ നമ്മൾ ട്രംപിന്റെ കഴിഞ്ഞ ഭരണത്തെ വിലയിരുത്തിക്കൊണ്ട് ഈ പ്രാവശ്യം എന്താണ് സംഭവിക്കാൻ പോകുന്നത് US എന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതായത് ഒരു പക്ഷേ കമല ഹാരിസ് വരുന്നതിനേക്കാളും നല്ല രീതിയിൽ ആഗോള വ്യവസ്ഥ മുന്നോട്ട് പോകും എന്ന് വേണം ചിന്തിക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ ട്രംപിന്റെ ഭരണം വലിയ ഏറ്റക്കുറച്ചിലുകളില്ലാതെ, ഒരു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണത്തിൽ നിന്ന് അദ്ദേഹം സ്വാംശീകരിച്ച ചില തിരുത്തലുകൾ, അതുപോലെ തന്നെ ചില ശക്തി ബിന്ദുക്കൾ ഒക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും. അതുകൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കാൻ ട്രംപിന് കഴിയും. അതുമാത്രമല്ല, ട്രംപിന്റെ ഈ ഭരണ ശ്രേണിയിലേക്ക് 6 ഇന്ത്യക്കാർ കടന്നു വന്നിട്ടുണ്ട്. അവരും നല്ല കോൺട്രിബ്യൂഷൻ തന്നെ നടത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.
അങ്ങനെ ഒരു നല്ല ഭരണം, അതായത് US ശക്തമായി തുടരുകയാണെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തെ പറ്റിയുള്ള ഭയത്തിൽ നിന്ന് ലോക ജനതയ്ക്ക് ഭയം കൂടാതെ ആ ഭയത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉള്ള ഒരു സാഹചര്യം ഒരുങ്ങും. അങ്ങനെ വരുന്ന വർഷങ്ങളിൽ അതായത് ട്രംപിന്റെ ഭരണകാലം കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.